ഓക്കെ. ഇനി പഠന ബുദ്ധിമുട്ട്, ഇടയ്ക്ക് ക്ലാസ് പോകാൻ പറ്റില്ല, ശ്വാസമുട്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവേണ്ടി വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അടിസ്ഥാനം മിസ്സായിട്ട് പോയിരുന്നു. ഈ അടിസ്ഥാനം മിസ്സായി പോയിട്ട് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, അവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്തു, കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാം, ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടാവുക, ഏതിനേലും മിസ്റ്റേക്സ് വരാം, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടികൾക്ക് അടിസ്ഥാനങ്ങൾ പോവും. പിന്നുള്ള വേറെ വിഭാഗം വെച്ചാല് ടെൻഷൻ. ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരില്ലല്ലേ? അപ്പൊ നമ്മൾക്കൊരു കാരണം നമുക്ക് മാത്രം ടെൻഷൻ ഉള്ളൂ, വലിയ ആൾക്കാരല്ലേ? കുട്ടികൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എവിടുന്നൊക്കെയാണ് ടെൻഷൻ വരുന്നത്? 3 ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പേരൻസ് തമ്മിൽ പ്രശ്നം ഉണ്ടാവുക. ഇതൊക്കെ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉള്ളിൽ വരും. 2, പാരന്റും കുട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം. ബാപ്പയും കുട്ടിയും തമ്മിൽ, ഉമ്മയും കുട്ടിയും തമ്മിൽ നമ്മൾ അങ്ങോട്ട് ചേർന്ന് പോവില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ ചേർന്ന് അങ്ങോട്ട് പോവില്ല, അതിലും കുട്ടിക്ക് ഇഷ്യൂസ് വരും. പിന്നെ കുട്ടികൾ തമ്മിൽ പ്രശ്നം, ഇപ്പൊ സ്കൂളുകളിലായിരിക്കട്ടെ പുറത്തുനിന്നായിക്കട്ടെ കുട്ടികളെ കളിയാക്കുക, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കും. എല്ലാത്തിലുപരി നമ്മൾ കാണപ്പെടുന്ന ഒരാളാണ് ഭയം. ഭയമുള്ള, ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നതില് പഠന ബുദ്ധിമുട്ടിൽ കാണപ്പെട്ട ഒന്നാണ്, കുട്ടികളെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് എവിടേക്കോ മിസ്റ്റേക്ക് എന്ന് വെച്ചാല് പറയുമെന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് അവിടെ എത്തുമ്പോ എപ്പിനും അവിടെ പുറത്തേക്ക് വരില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് എന്തോ ഒരു ഭയം ഉള്ളിലുണ്ട്. എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും ഭയങ്ങളാകാം, ചിലപ്പോൾ സ്കൂളുകളിൽ നിന്നായിരിക്കാം, എന്താണെന്ന് വ്യക്തമല്ല, അല്ലെങ്കിൽ പുറമേ നിന്നായിരിക്കാം, അത് വ്യക്തമാവില്ല. പക്ഷെ അത് നമ്മൾ സംസാരിച്ച് കാര്യം ഡീൽ ചെയ്തിട്ട് അത് കൈകാര്യം ചെയ്ത കുട്ടികളിൽ പിന്നെ ഇവര് സ്പീഡായിട്ട് പഠിച്ചു വന്നു കേട്ടാ. അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ കുട്ടീന്റെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അത് പഠന ബുദ്ധിമുട്ടായിരിക്കട്ടെ, വൈകല്യം ആയിരിക്കട്ടെ. പിന്നെ 2 തരം പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് കാണാം. അതായത് സ്ലോ ലേണേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് ലേണേഴ്സ് ഉണ്ട്. സ്ലോ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് എഴുതി മറിച്ച് ഒരുപാട് നേരം മറന്നു പോകുന്നൊരിതുണ്ട്. എന്നാലും ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് സ്ലോ ലേണേഴ്സ്. വേറെ ആൾക്കാർ ഫാസ്റ്റ് ലേണേഴ്സ് ആണ്. അവര് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ADHD, അതിൽ AD എന്ന് പറഞ്ഞ സംഭവം ഇല്ല, എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റായോ അങ്ങനത്തെ ഇല്ല. പക്ഷെ അവര് അധികം ഇരിക്കൂല, അധികം ഇരുന്ന് പഠിക്കൂല, പക്ഷെ വേഗം ക്യാപ്ചർ ചെയ്യും, വേഗം പിടിച്ചിട്ട് മാത്സ് ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകൾ ആ വേഗം റെഡി ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഏതാണ് ഫാസ്റ്റ് ലേണേഴ്സ്. ഇത്രയും ആൾക്കാര്, അതായത് ഇത്രയും ഈ 2 വിഭാഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണപ്പെടും. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ലേണിംഗ് ഡിഫിക്കൽറ്റി കാര്യമാണ്. 10 ദിവസം, ഓക്കെ, 10 ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ കരകയറ്റുന്നത്. എന്നിരുന്നാലും കുറച്ച് ഒരു 6 ദിവസമൊക്കെ കഴിയുമ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട്, സ്ലോ ആവണുണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മൾ മെഡിസിൻ ഇന്റർവെൻഷൻ കൊടുക്കും. അപ്പൊ മാത്രമേ, പഠന ബുദ്ധിമുട്ടുകൾക്ക് അങ്ങനെ മരുന്നുകൾ കൊടുക്കാറില്ല. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് അത് നമ്മൾ പാരന്റ്സിനോട് സംസാരിച്ചിട്ട് മാത്രമേ മരുന്ന് കൊടുത്തിട്ടുള്ളൂ ഇതുവരെ. അങ്ങനെ എന്നിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ടാർഗറ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ 1 hour 10 days വെച്ചിട്ടാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പാരന്റ് എന്ന നിലയ്ക്ക്, ഇപ്പൊ ഞാനൊരു പാരന്റ് ആണ്, നിങ്ങളും പാരന്റ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും? ഒരു പാരന്റ് നിനക്ക് ഒരു പഠനത്തിന്, ഒരു കുട്ടിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും പഠനത്തിൽ? സാധാരണ വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യല്? പഠിപ്പിച്ചു കൊടുക്കും അല്ലെ? പഠിപ്പിച്ചു കൊടുക്കണൊക്കെ ശരിയാണ്, പക്ഷെ ക്ഷമല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. പഠിക്കടാ, എഴുതടാ. അന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ 1 2 1 + 1 2 പിന്നെയും പറയിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അടിച്ച് നമ്മൾക്ക് ഉണ്ടാവും, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ ഇത് തൊട്ടിനും പിടിച്ചിന് ഇന്ന് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിന്റെ കോൺഫിഡൻസിന് അത് നല്ല എഫക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുക, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ. പിന്നെ പഠിപ്പിക്കേണ്ട രീതി അറിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. വേറൊരു മെത്തഡോളജി ഉണ്ട്, എന്താണ്? കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, താല്പര്യപ്പെടുത്തുക. എങ്ങനെ? എൻവയറമെന്റിൽ നിന്ന് പഠിപ്പിച്ചെടുക്കുക. എങ്ങനെ? പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ പറയാ, അക്കങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളെ വായിക്കാൻ പറയാം. ഇങ്ങനെ ആകുമ്പോ അവരെന്താ ചെയ്യുന്നത്? വീണ്ടും മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ബ്രെയിനിൽ എന്താവുക, അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു ഇത്. അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് പൈസ കൊടുത്തിട്ട് നമ്മള് കടയിൽ പോകുമ്പോ മോനെ എത്രയായി, എല്ലാം നമ്മൾ ചെയ്യാതെ കുറച്ച് മൈനസ് പ്ലസ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക.
ഓക്കെ, അതൊക്കെ മനക്കണക്ക് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ പല രീതിക്കുണ്ട്. ഇപ്പൊ ചെടികൾ കുഴിച്ചിട്ട് പഠിപ്പിക്കുക, ബുക്കിൽ നിന്ന് മാത്രം പഠിക്കാതെ ഇങ്ങനെ പല മെത്തഡോളജി ചെയ്ത് അത് പ്രോത്സാഹിപ്പിക്കുക. എന്താ ചെയ്യുക? ക്യൂരിയോസിറ്റി വളർത്താന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ് അടുത്തത് ഞാൻ കുഴിച്ചിട്ടു, ഓക്കെ, ചെടി കുഴിച്ചിട്ടു, എന്ത് സംഭവിക്കുന്നുണ്ട് ചെടിക്ക്, വെള്ളം പാർന്നു കൊടുത്തു, ഇനി എന്തുണ്ടാവും, അങ്ങനെ ക്യൂരിയോസിറ്റി വളർത്തുക. മുന്നേ കുട്ടികൾ ചെയ്തിരുന്ന സംഗതിയാണ്, പക്ഷെ ഇപ്പൊ ഇല്ലാതെ ആയിപ്പോയ സംഗതികളാണ്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് നമ്മള് കുട്ടികളെ, അതായത് കുട്ടികളെ എക്സ്പേർട്സിന്റെ കയ്യിൽ കൊടുക്കാന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങണില്ല എന്നുണ്ടെങ്കിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ കയ്യിൽ കൊടുക്കുക. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇവർ ഇതിനു വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഈ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കണം, ഈ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്.